ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധിയും ഗൗതമും കൂടി റൂമിൽ പോവാണ് കേട്ടോ. ഈ സമയം ഗൗതമാണെങ്കിലോ നിധിയുടെ തോളിൽ കൈയിട്ട് പോകുന്നത് വസുന്ധരക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല കേട്ടോ. വസുന്ധര ഇവരുടെ തമ്മിലുള്ള റൊമാൻറ്റിക് കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം പിടിക്കുന്നത്. എൻ്റെ മോനെ ഇവൾ വല്ലാതെ അങ്ങ് തലോടണ്ട എന്നിങ്ങനെ വസുന്ധര ചിന്തിക്കുന്നു കേട്ടോ. അപ്പോൾ ഗൗതമാണെങ്കിലോ നിധിയുടെ തോളിൽ ഇങ്ങനെ കൈവച്ചിട്ട് നിധിയോട് ഓരോരോ വാക്കുകൾ പറയുന്നത് കേൾക്കുമ്പോൾ അത് വസുന്ധരക്ക് വല്ലാതെ അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. അങ്ങനെ വസുന്ധര തൻ്റെ അരിശമെല്ലാം കയ്യിലിങ്ങനെ ഒതുക്കാണ്. എന്നാൽ ഈ സമയം ശിവാനി ആണെങ്കിലോ ഇങ്ങനെ ഉറക്ക ഗുളിക കഴിക്കാൻ കേട്ടോ. ഈ സമയം എല്ലാവരും അവിടെ ഓടിയെത്താണ്. അപ്പോഴേക്കും അശോകനും രേണുകയൊക്കെ ഓടിയെത്താണ്. മോളെ മോളെ നീ എന്തിനാണ് ഈ അവിവേകം ചെയ്തതെന്ന് പറഞ്ഞ് രേണുക തകൃതിയായി അഭിനയിക്കാൻ കേട്ടോ. അപ്പോഴേക്കും വണ്ടി എടുക്കുക എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടാക്സിക്കാരനെ വിളിക്കുകയാണ്. അങ്ങനെ വണ്ടി എടുത്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഈ വിവരം നിധിയെയും ഗൗതമിനെയും എങ്ങനെ അറിയിക്കണമെന്ന് വസുന്ധര പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഈ വിവരം അറിയിക്കാൻ വേണ്ടി വസുന്ധര റൂമിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച നിധിയും ഗൗതമും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഗൗതം ഇങ്ങനെ നിധിയോട് പറയാണ്, നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ കിടക്കാം, അതാണ് ഏറ്റവും നല്ലത് എന്നിങ്ങനെ പറഞ്ഞിട്ട് നിധിയുടെ കവളിൽ ഇങ്ങനെ ചുംബനം ചെയ്തിട്ട് ഗൗതം ഇങ്ങനെ കിടക്കുന്ന ആ ഒരു രംഗമായിരിക്കട്ടെ. അപ്പോൾ അത് നിധിക്ക് കാണുമ്പോൾ നിധി എതിർക്കൊന്നുമില്ല. അത് നിധിക്ക് ഒരുപാട് സന്തോഷമാവാണ്. എന്നാൽ വസുന്ധരക്കാണെങ്കിലും ഇത് ദേഷ്യം പിടിക്കുകയാണ്. പിന്നീട് നിധി പറയാണ് ഗൗതമിനോട്, ഗൗതം സാർ, എന്നാലും എൻ്റെ ഗൗതം സാർ എന്നെ വിശ്വസിച്ചല്ലോ, അതാണ് ഒരു പെണ്ണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. മറ്റുള്ളവർ പറയുന്ന വാക്കിന് ഗൗതം സാർ വലിയ വിലയൊന്നും കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ ഉടനെ ഗൗതം പറയണേ, എടോ ഈ ലോകത്ത് ഞാൻ ഏറ്റവും നല്ലൊരു ഫ്രണ്ടായും നല്ലൊരു ഭാര്യയായി കണ്ടത് നിന്നെയാണ്. നിൻ്റെ അടുത്ത് തെറ്റുകളുണ്ടാവില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ആര് തന്നെ എന്ത് തന്നെ വന്ന് പറഞ്ഞാലും എൻ്റെ കണ്ണിൽ കാണാത്ത ഒരു കാര്യവും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയില്ല. നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു ശരിയുണ്ടാവും, അതെനിക്ക് നന്നായി അറിയാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന വസുന്ധരയ്ക്കാണെങ്കിലോ ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വസുന്ധര ദേഷ്യത്തോടു കൂടി ഗൗതം എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കുമ്പോൾ ഇവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ആ ഒരു രംഗമായിരിക്കും കേട്ടോ. അതോടുകൂടി ഗൗതമിന് നാണമാവുകയാണ്. എന്നാൽ നിധിക്കാണെങ്കിലോ ഇവരെന്തിനാ ഞങ്ങളുടെ പിന്നാലെ ഇങ്ങനെ എപ്പോഴും നടക്കുന്നത്, ഇവർക്ക് ഞാനും ഗൗതം സാറും തമ്മിലുള്ള ജീവിതം ഇവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് എന്ന ആ ദേഷ്യത്തോടു കൂടി നിധി നിൽക്കുന്നുണ്ടെങ്കിലും നിധി അത് പുറത്ത് കാണിക്കില്ല കേട്ടോ. അങ്ങനെ എന്താ അമ്മ വിളിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയും, അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവളുടെ അനിയത്തി ഉണ്ടല്ലോ, ഇവളുടെ അനിയത്തി ശിവാനി, അവൾ എന്തോ ഉറക്ക ഗുളിക കഴിച്ച് ഹോസ്പിറ്റലാണെന്ന് വിവരം കിട്ടിയിട്ടുണ്ടെന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന നിധി ഈശ്വര എന്ന് പറയട്ടോ. അപ്പോൾ ഉടൻ തന്നെ എന്തായാലും പെട്ടെന്ന് നീ പോയി വരാൻ നോക്ക്, എന്താണ് അവൾക്ക് സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ ഗൗതം പറയാൻ ഞാനും കൂടി വരാമെന്ന് പറയണം. അത് കേൾക്കുന്ന വസുന്ധര പറയണ, അത് വേണ്ട, നീ ഈ അവസ്ഥയിലിരിക്കുമ്പോൾ നീ പോകാൻ പറ്റില്ല, പ്രണവിനെയും കൂട്ടി ഇവൾ പോയിക്കോളും എന്ന് പറയട്ടോ. എന്നാൽ ഈ സമയം നിധിയാണെങ്കിലോ പോകാനൊരുങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് പാറുവും അവരൊക്കെ വന്നിട്ട് പറയാണ്, നീ ഇപ്പോൾ പോകണ്ട, ഗൗതമിൻ്റെ അടുത്ത ആളാണ് വേണ്ടത്, പ്രണവിനെ പറഞ്ഞു വിടാം, അതുപോലെ പാറുവും പോയിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ പ്ലാനുകളെല്ലാം വർക്കൗട്ട് ആവാതെ പോവാണ് കേട്ടോ. അപ്പോഴായിരിക്കും നിധിയുടെ അമ്മാവന് നിധി ഫോൺ ചെയ്യുന്നത്. അങ്ങനെ എന്താ അമ്മാവ ശിവാനിക്ക് പറ്റിയത്, ശിവാനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അമ്മാവൻ പറയാണ്, കുഴപ്പമൊന്നുമില്ല മോളെ, ശിവാനി ഇങ്ങനെ മരുന്ന് കഴിച്ചതാണ്, എന്തായാലും ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ ഒരുങ്ങാണ്, അവൾക്ക് പ്രശ്നമൊന്നുമില്ല, അവളെ ഡിസ്ചാർജ് ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വിടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന വസുന്ധരയ്ക്ക് പിന്നീട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ നിധി ഹോസ്പിറ്റലിൽ പോകാൻ ഒരുങ്ങിയ ആ നിധി പോകുന്നില്ല എന്ന് മനസ്സിലാക്കാണ്. അങ്ങനെ നിധി പറയാണ്, അമ്മാവനും ഞാൻ വിളിച്ചിരുന്നു, ശിവാനിക്ക് കുഴപ്പമൊന്നുമില്ല, ശിവാനി ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞു എന്ന് പറയട്ടെ. അപ്പോൾ പാറു പറയാം, എന്നാൽ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പോവാം, ഇപ്പോൾ ഇനി ഗൗതമിൻ്റെ കാര്യങ്ങൾ നോക്കിയെന്ന് പറഞ്ഞ് പാറു അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് ഗൗതമിനെ ഇങ്ങനെ നിധി തൊട്ടു തലോടുന്ന വസുന്ധരയ്ക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ വസുന്ധര പറയാണ്, ദേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ റൂമിൽ നീ ഇനി കിടക്കണ്ട എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന നിധി ചോദിക്കും, അതെന്ത് വാക്കാ മാഡം നിങ്ങൾ പറയുന്നത്, ഈ റൂമിൽ ഞാൻ കിടക്കണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഞാനല്ലാതെ ആരാണ് കിടക്കേണ്ടത്, ഇവൻ നിൻ്റെ ഭർത്താവായിരിക്കും, പക്ഷേ ഞാൻ ഇവൻ്റെ അമ്മയാണ്, ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ഗൗതമിന് തിരിച്ചൊരു മറുപടി പറയാനും കഴിയുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ
നിധി പറയും, എൻ്റെ ഭർത്താവിനെ നോക്കേണ്ടത് ഉത്തരവാദിത്തം എനിക്കാണ്. വിവാഹത്തിന് മുന്നേ അമ്മക്കും ആർക്ക് വേണമെങ്കിലും നോക്കാം, പക്ഷേ വിവാഹം കഴിഞ്ഞാൽ ഞാനുള്ളപ്പോൾ പിന്നെ വേറെന്തിനാ? അമ്മയ്ക്ക് വേണമെങ്കിൽ ഗൗതമിനെ നോക്കാം, പക്ഷേ കൂടെ കിടക്കണ്ട എന്ന് പറയാനുള്ള അവകാശം അമ്മയ്ക്കില്ലല്ലോ. സാധാരണ കല്യാണം കഴിഞ്ഞാൽ ഒരുമിച്ചല്ലാതെ പിന്നെ രണ്ട് ഭാഗത്തായിട്ട് ആരെങ്കിലും കിടക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വസുന്ധരക്ക് മറുപടി ഇല്ല കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഗൗതം പറയാണ്, അമ്മ ഇതിൻ്റെ പേരിൽ ഒരു തർക്കം ഉണ്ടാക്കണ്ട, നമുക്ക് BP ഒക്കെ ഉള്ളതല്ലേ, എന്നെ എൻ്റെ നിധി നോക്കിക്കോളും, എനിക്കതിലാണ് സന്തോഷം എന്ന് പറയുമ്പോൾ വസുന്ധര ആകെ പെട്ടു കേട്ടോ. ഈശ്വരാ, ഇവളെങ്ങനെയായാലും എൻ്റെ മകൻ്റെ പിറകിൽ നിന്ന് പോവില്ലല്ലോ, ഇവളെൻ്റെ മകനുമായി അടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് കലിയടക്കാൻ കഴിയുന്നില്ല എന്നിങ്ങനെ ചിന്തിച്ച് പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം തൻ്റെ ഫോണെടുത്ത് നിങ്ങൾ പോയില്ലടാ എന്ന് പറഞ്ഞിട്ട് വസുന്ധര വീണ്ടും അവർക്ക് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവന്മാർ പിന്നീട് പോകുന്നത് ശിവാനിയുടെ വീട്ടിലോട്ടായിരിക്കും. അങ്ങനെ ശിവാനിയുടെ വീട്ടിലോട്ട് വസുന്ധര ഇറക്കിയ കുറച്ച് ആളുകൾ, കുറച്ച് ഗുണ്ടകളും കുറച്ച് സ്ത്രീകളും, വാടകയ്ക്ക് കുറച്ച് സ്ത്രീകളൊക്കെ പാടെ കൂടിയിട്ട് ഈ അശോകൻ്റെ വീട്ടിലോട്ട് ചെല്ലാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കും, ഇവിടെ ആരും ഇല്ലേ? ഉറക്കെ ഇങ്ങനെ വിളിച്ചും കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും പുറത്തോട്ട് വരികയാണ്. പക്ഷെ ആ കൂട്ടത്തിൽ ശിവാനിയും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഈ ശിവാനി ഇങ്ങനെ പുറത്തു വന്ന് കണ്ട ഉടൻ തന്നെ ആ ഗുണ്ടകൾ മനഃപൂർവ്വം ഇവരുടെ പ്ലാനിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് ഈ പെൺകുട്ടിയെ ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, ഈ പെൺകുട്ടി അയൽവാസിയായി താമസിക്കുന്ന ഞങ്ങൾക്ക് പോലും നാശമുണ്ടാക്കും, നാണക്കേടുണ്ടാക്കും, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മക്കളും ഇവിടെ താമസിക്കുന്നതാണ്. ഈ കുട്ടിയുടെ ഓരോ പ്രവൃത്തി ദോഷങ്ങൾ ഇന്ന് വളർന്നു വരുന്ന ഞങ്ങളുടെ മക്കൾ കണ്ടുപിടിക്കും. ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോവുക, വിവാഹ മണ്ഡപത്തിൽ കതിർ മണ്ഡപത്തിൽ വരെ ഇരിക്കുക, ആൾമാറാട്ടം ചെയ്യുക, ജാതകം ഇന്നതാണെന്ന് പറഞ്ഞ് അത് സ്വന്തമാണെന്ന് പറഞ്ഞ് ആൾമാറാട്ടം ചെയ്യുക, അതിനുശേഷം ഒളിച്ചോടിപ്പോയതിൻ്റെ തല തല്ലി പൊളിക്കുക, ഇപ്പോഴിതാ ഉറക്ക ഗുളികയും, ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങളുടെ മക്കളും നാശമാവും. അതുകൊണ്ട് ഈ പെൺകുട്ടി ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു തീരുമാനം പറയാൻ കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന ശിവാനിയുടെ അമ്മ രേണുക ഒപ്പം കൂടാണ്. അത് ശരിയാണ്, എൻ്റെ മകൾ തെറ്റ് ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ്, എൻ്റെ മകളെ ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്, പക്ഷേ അവളത് ആ സാഹചര്യം ബുദ്ധിമുട്ടൊന്നും അവൾ മനസ്സിലാക്കിയില്ല. ഇവർ പറയുന്നതിൽ എന്താ തെറ്റ് എന്ന് ഇങ്ങനെ രേണുകയും ഒപ്പം കൂടുമ്പോൾ അവിടെ ചന്ദ്ര പറയും, ഏട്ടത്തിയൊന്നും മിണ്ടാതിരിക്കുക, ഏട്ടത്തിയുടെ മകളാണ്, ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ ഉടനെ ആളുകൾ കേൾക്കാൻ വേണ്ടി ഇവൾ മകളാണെങ്കിലും കൂടി ഇവൾ ചെയ്ത തെറ്റ് അത്ര ന്യായീകരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ ഇങ്ങനെ അഭിനയിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവിടെയുള്ള ആളുകളെല്ലാവരും കൂടി പറയാണ്, ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ഇവളെ ഈ വീട്ടിൽ നിന്ന് വലിച്ചിഴക്കും, മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറ എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം ചന്ദ്ര തൻ്റെ ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് നിധിക്ക് വിളിക്കുകയാണ്. അങ്ങനെ നിധിയോട് കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. നിധി, ഇവിടെ പ്രശ്നമാണ്, ഇവിടെ ആളുകൾ വന്ന് ഇവിടുത്തെ നാലുപുറമുള്ള നാട്ടുകാർ വന്ന് ശിവാനിയെ എവിടെ നിന്നും പറഞ്ഞയക്കണമെന്ന് പറയുന്നത്, എന്താണ് ചെയ്യേണ്ടത് എനിക്കറിയില്ല, നീയൊന്ന് ഇങ്ങ് വരുമോ എന്ന് പറഞ്ഞിട്ട് നിധിക്ക് വിളിക്കുമ്പോൾ നിധി ഇനി ശിവാനിയെ അമലും ശിവാനിയും നിധിയും കൂടിയിട്ട് വീണ്ടും മിശ്രമംഗലത്തോട്ട് കൊണ്ടുവരികയാണ് കേട്ടോ.